ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ധനുഷിന്റെ ഡയറക്ഷനിൽ വരുന്ന പുതിയൊരു മൂവിയുടെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ്. സോ ധനുഷിന് തന്നെ തൊട്ട് മുമ്പ് റിലീസായ ഒരു മൂവിയായിരുന്നു റായ് എന്ന് പറയുന്ന ഒരു മൂവി. അത് ഓൾമോസ്റ്റ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ അവരുടെ തമ്മിലുള്ള ഇമോഷൻസിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു മൂവിയായിരുന്നു. അത് ആ ഒരു റിലീസ് ചെയ്ത ടൈമിൽ അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് തന്നെയായിരുന്നു, തിയേറ്റർ റെസ്പോൺസ് തന്നെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. വലിയൊരു ഹിറ്റ് എന്നുള്ള രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ലൊരു ഗുഡ് റിവ്യൂസ് തന്നെയാണ് ആ ഒരു ഫിലിമിന് നമുക്ക് ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചത്. സോ ധനുഷിന്റെ ഡയറക്ഷനിൽ വരുന്ന അടുത്ത മൂവിയാണ് ഇത്. ടോട്ടലി ആ ഒരു മൂവിയിൽ നിന്നും വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിനകത്ത് കൂടുതലും യങ് ആക്ടേഴ്സ്, ഗ്രൂപ്പ് ഓഫ് യങ് ആക്ടേഴ്സ് ഒത്തുചേർന്ന് ചെയ്യുന്ന ഒരു ഫിലിമാണ് ഈ ഒരു മൂവി. ഒപ്പം ഇതിനകത്ത് നമുക്ക് ഒരുപാട് മലയാളം ആക്ടേഴ്സിനെ കാണാൻ പറ്റും. ഒരുപാടല്ല, ഒരു 3-4 മലയാളം ആക്ടേഴ്സ് കൂടി ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ധനുഷ് കൂടുതലും മലയാളം ആക്ടേഴ്സിനെ ഈ ഒരു ഫിലിമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പാട്ട് കൂടി നമുക്ക് മുമ്പ് യൂട്യൂബിലൊക്കെ വളരെ ഹിറ്റായിട്ട് ഉള്ള ഒരു പാട്ടായിരുന്നു, ഗോൾഡൻ സ്പാരോ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സോങ് പ്രിയങ്ക അരുൾ മോഹൻ, അതുപോലെ തന്നെ അനിക സുരേന്ദ്രൻ, മാത്യു തോമസ് ഒക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുമായിരുന്നു, ആ ഒരു സോങ്ങില്. സോ ഇവരുടെ ഈ ഒരു മൂവിയുടെ ട്രെയിലർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഒട്ടുമിക്ക നമുക്ക് ആ ഒരു ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സോങ്ങിൽ നമുക്ക് ആ ഒരു സോങ്ങിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. ഓൾമോസ്റ്റ് ഒരു ലവ് ബേസ്ഡ് മൂവിയാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു സോങ് ഉണ്ടായിരുന്നത്. സോ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ട്രെയിലർ നോക്കാം. വൺ മോർ തിങ്, മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് GV പ്രകാശ് ആണ്. അതുപോലെ തന്നെ റെഡ് ജയന്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആരാന്നറിയില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ട്രെയിലർ നോക്കാം. ആൻഡ് ദ ഫിലിം നെയിം ഈസ് നിലവെക്ക് എന്മേൽ എന്നടി കോപം എന്നാണ് മൂവിയുടെ ടൈറ്റിൽ വരുന്നത് കേട്ടോ. സോ നമുക്കിത് എങ്ങനെ ഉണ്ടാവുന്നുള്ളത് ജസ്റ്റ് നോക്കാം. ആദ്യം തന്നെ ധനുഷിന് എൻട്രി ആണ് കേട്ടോ. വണ്ടർ ബാർ ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആക്ച്വലി പ്രൊഡക്ഷൻ. ഓക്കെ, ரொம்ப யூசுவலான ஸ்டோரி தாங்க. இது ஒரு பையன், இது ஒரு பொண்ணு. പ്രിയ വാര്യർ ഉണ്ടോ? ഞാൻ ആക്ച്വലി ആ ഒരു ഫിലിമിൽ ആ ഒരു സോങ്ങിൽ, ഗോൾഡൻ സ്പെയർ എന്ന് പറയുന്ന സോങ്ങിൽ അനിക സുരേന്ദ്രനും അതുപോലെ തന്നെ മാത്യു തോമസിനെ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളായിരുന്നുള്ളൂ. പക്ഷെ പ്രിയ വാര്യർ ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. സോ 3 മലയാളം ആക്ടേഴ്സ് ഈ ഫിലിമിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇനി വരുമോ എന്നുള്ളത് അറിയില്ല, നോക്കാം. അതുപോലെ തന്നെ വൺ മോർ തിങ്, ഇപ്പോൾ നമ്മുടെ ആക്ടറിൻ്റെ ഇതാണ് നമ്മുടെ ആക്ടർ. സോ ആക്ടറിൻ്റെ നെയിം എന്ന് പറയുന്നത് പവി എന്നുള്ളതാണ്. പവിഷ് എന്നാണ് ആക്ടറിൻ്റെ നെയിം. ഈ ഒരു ആക്ടർ നിങ്ങൾ ആക്ച്വലി ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു ധനുഷിൻ്റെ ഫേസ് കട്ട് നമുക്ക് ഈ ഒരു ആക്ടറിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് മാത്രമാണോ തോന്നുന്നത്, അത് എല്ലാവർക്കും തോന്നുന്നു എന്നുള്ളത് എനിക്കറിയില്ല. സോ നിങ്ങൾക്കും തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ നോക്കാം. இந்த பொண்ணும் லவ் பண்றாங்க. அப்போ இந்த பையன் யாரு? பிரபு, நீ ஏதோ சமையல்காரன் ஆகணும்னு சொன்னல. நீங்க குக்கா? நான் குக் இல்ல, ஷெஃப். உனக்கு எவ்வளவு சம்பளம்? Do you drink? Do you smoke? சாவுடா. இப்போ நான் ஒரு கதை சொல்லவா? இது ஒரு பையன், இது ஒரு பொண்ணு. இந்த பையனும் இந்த பொண்ணும் கல்யாணம் பண்ணிக்க போறாங்க. அப்போ இந்த பொண்ணு யாரு? My ex-girlfriend. അനിക സുരേന്ദ്രൻ പറയുന്നത് എക്സ് ഗേൾ ഫ്രണ്ട്, കറന്റ് ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നതാണ് പ്രിയ വാര്യർ. இன்னொரு பொண்ணு வேற லவ் பண்ணியாடா? Ridiculous. அப்பா, this is பிரபு. நாங்க 2 பேரும் லவ் பண்றோம். ஓப்பனாவே சொல்றேன், பொண்ணு எனக்கு சுத்தமா பிடிக்கல. I don't care. உனக்கு எதுவுமே நார்மலா நடக்காதா? I want to marry you. Let's get married. So cute. கல்யாணம் நிறைய
எக்ஸ் கேர்ள் ஃப்ரெண்டுக்கு கல்யாணம்னா அவள் ரொம்ப கஷ்டப்படுவார்ல. ப்ளீஸ் டேக் கேர். டேய் இது உனக்கு கொஞ்சம் கூட எஃபெக்ட் பண்ணலையா? ஆஃப்கோர்ஸ் நான் சான்ஸே இல்லை. ஏய் அவங்க 2 பேரும் பிரிக்கணும்டா. മിസ് നിലാവെ பார்த்தா ആക്ച്വലി പ്രിയങ്ക മോഹൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ക്യാമിയോ റോൾസ് മാത്രമായിരിക്കും, അല്ലാതെ ജസ്റ്റ് ഫിലിമിൽ അത്രത്തോളം ഉണ്ടാവും തോന്നുന്നില്ല. ലീഡിങ് ക്യാരക്ടർ പോലും ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അവരുടെ എൻഗേജ്മെൻറ്റിൽ വരുന്ന ജസ്റ്റ് ഒരു ഡാൻസ് കളിക്കുന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും തോന്നുന്നു. ഇപ്പോൾ വേറെ ഏതെങ്കിലും ക്യാരക്ടറൈസേഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല, അത് മൂവിയിൽ അറിയാൻ പറ്റുള്ളൂ. സോ ജസ്റ്റ് ഒന്ന് പുറമേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലി ജസ്റ്റ് ആ ഒരു സോങ്ങിൽ മാത്രമേ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. அவங்க ரொம்ப கம்ஃபர்டபுளாக மூவ் ஆகிட்ட மாதிரி தெரியுது. லவ்வுக்கும் லவ் ஃபெயிலியருக்கு நடுவுலையும் மாட்டின்னு முழிக்கிற மச்சான். ആക്ച്വലി ആ ഫിലിമിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഞാൻ കാണിച്ചു തരാം. വൈ ഇസ് മൂൺ ആംഗ്രി വിത്ത് മീ, നിലവയ്ക്ക് എന്മേൽ എന്നടി കോപം. ஜாலியாக வாங்க, ஜாலியாக போ. ഡയറക്റ്റഡ് ബൈ ധനുഷ്. എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു എന്താ പറയുക, നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള മൂവി ആയിരിക്കും. വളരെ എൻജോയ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരിക. സോ ഈ ഒരു മൂവി എന്തായാലും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യേണ്ട. സോ ഇത് റിലീസ് ആവുന്നത് 21 ഫെബ്രുവരി വേൾഡ് വൈഡ് റിലീസ്. സോ ഇതെന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം, കാരണം നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും. വളരെയധികം എൻ്റർടൈൻ ചെയ്യുന്ന ഒരു മൂവി ആയിരിക്കും. എന്തായാലും കണ്ടിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാവരും ഹാപ്പി ആയിരിക്കും എന്ന് തോന്നുന്നു. സോ നല്ല നമുക്ക് എന്താ പറയുക, യങ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരേ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. കാരണം പൊതുവെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ടോപ്പിക് ആയിരിക്കുമല്ലോ സ്നേഹം അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത്. മാത്രമല്ല ഇതൊരു ഫെബ്രുവരി ജസ്റ്റ് വാലന്റൈൻസ് വീക്കാണ്. സോ 21-നാണ് ഇത് റിലീസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് 14 റിലീസ് ചെയ്തില്ലാന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ട്. പക്ഷേ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരുപാട് ഫിലിംസ് ഫെബ്രുവരി 14 റിലീസ് ആവുന്നുണ്ട്. സോ അതിൻ്റെ ഇടയിൽ കൊണ്ട് ക്ലാഷ് ചെയ്യേണ്ട എന്ന് മേ ബി വിചാരിച്ചുകൊണ്ടാവാം 21 റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം കാണാൻ പറ്റും. DD3 വിച്ച് മീൻസ് ധനുഷിൻ്റെ തേർഡ് ഡയറക്ഷനിൽ വരുന്ന ഒരു ഫിലിമാണ് ഈ ഒരു നിലവക്ക് എന്മേൽ എന്നടി കോപം എന്ന് പറയുന്നത്. സോ ട്രെയിലർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ട്രെയിലർ, അതുപോലെ തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു, കാണാനും വളരെ ഫീൽ ഗുഡ് ആയിട്ടുണ്ടായിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രെയിലർ ആയിരുന്നു. സോ ഈ ഒരു പടം ഒരിക്കലും തിയേറ്റർ മിസ് ചെയ്യാതെ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. സോ സി യു ദർ. ആൻഡ് ഇത്രയുള്ള ഈ ഒരു വീഡിയോയിൽ റിയാക്ഷൻ വീഡിയോ ഓഫ് ഈ ഒരു മൂവി വളരെ നന്നായിരുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ അത്രേ ഉള്ളൂ. ബൈ.